ഇപ്പോൾ മുണ്ടക്കയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഒരു വാർത്തയുമായി സച്ചിൻ വള്ളിക്കാട് നമുക്ക് ചേരും. സച്ചിൻ, എന്താണിപ്പോൾ അവിടെ നൽകാൻ കഴിയുന്ന വിവരം? ഒരു നായയെ അവിടെ നിന്ന് രക്ഷിച്ചു. നേരത്തെ നമ്മൾ കണ്ടതാണ്, ഒരു പൂച്ചക്കുട്ടിയെ രക്ഷിച്ചു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ദത്തെടുത്ത വാർത്ത. ഇപ്പോൾ എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? സിജു, നിരവധി ജീവനുകൾ പൊലിഞ്ഞ ഈ മേപ്പാടി പഞ്ചായത്തിലെ ഉരുൾപൊട്ടലിൽ ഇന്നിപ്പോൾ ഒരു നായയെ രക്ഷിച്ചിരിക്കുകയാണ്. എവിടെ വെച്ചിട്ടാണ് ഈ നായ രക്ഷിച്ചത്? പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പ്, അവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. അവിടെ നിന്നാണ് ഞാൻ രക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇവിടുന്ന് ഒരു 3.5-4 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും ഇതിലേ പോവുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു സ്ഥലത്തു നിന്നാണ് കൊണ്ട്. ആരാണ്? NDRF, ഫയർഫോഴ്സ്? ഒന്നുമല്ല, ഞാനിവിടെ രക്ഷാപ്രവർത്തനായിട്ട് വന്നത് 4 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഇപ്പം 5ാമത്തെ ദിവസമാണ് ഇവിടെ. പേര്? എൻ്റെ പേര് ഷിഹാബ്. ഈ സ്വദേശി തന്നെയാണ് ഇവിടെ തന്നെ? അല്ല, ഞാൻ കാക്കവൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മുട്ടിലിൻ്റെ അടുത്തായിട്ടും കാക്കവൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എങ്ങനെ സന്നദ്ധ സേവനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ? ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായിട്ട്, റെസ്ക്യൂവിനായിട്ട് വന്നതാണ്. എങ്ങനെയാണ് ഇതിന് നായയെ കണ്ടെത്തിയത് പറഞ്ഞത് 2 ദിവസമായിട്ട് അവിടെ ഉണ്ട്. നമ്മളെ കൂടെ വരാൻ തയ്യാറല്ല. ഇന്നാണ് ഇപ്പോൾ ഇതിനെ പിടിച്ചു കൊണ്ടുവന്നത്. ഭക്ഷണം കഴിക്കാണ്ട് തളർന്ന നിലയിലായിരുന്നു. ഭക്ഷണമൊക്കെ കൊടുത്തോ? ഭക്ഷണം കൊടുക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത്. അവിടെ ആ ഭക്ഷണം കിട്ടുന്നില്ല. അതിന് ബിസ്ക്കറ്റ് മാത്രമായിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരുന്നത് 4 ദിവസമായിട്ട്. എങ്ങനെയാണ് ഇത് രക്ഷപ്പെടുത്തുന്നത്? ഞങ്ങളെ കൂടെ വരാൻ തയ്യാറില്ല. ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പായിട്ട്, ഇപ്പോൾ അരമണിക്കൂറിന് മുമ്പ് ഞാനിവിടെ ഒരു കറുത്ത ഒരു പട്ടിയുടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഇന്നലെ 2 ഡോഗ്സിനെ ഇവിടെ കൊണ്ടുവന്ന് താഴേക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളതാണ്. ഇപ്പോൾ ഏകദേശം എത്ര എണ്ണത്തിനെ രക്ഷപ്പെടുത്തി? മൊത്തം 4 എണ്ണം. ഇനിയിപ്പോൾ ഇതിനൊക്കെ കൊണ്ടുപോകും, ജീപ്പിൽ കൊണ്ടുപോകും. ഇങ്ങനെ മുൻപ് ഏതെങ്കിലും ദുരിതബാധിത മേഖലയിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തി? ഞാൻ കോവിഡ് കാലത്തൊക്കെ ഒരുപാട് സഹപ്രവർത്തനമായിട്ട് നിന്നിട്ടുണ്ട് മാനന്തവാടി. അതിനുശേഷം ഇപ്പോഴാണ്. സിജു, തീർച്ചയായും നിരവധി ജീവനുകൾ പൊലിഞ്ഞതുപോലെ തന്നെ മൃഗങ്ങളും ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലകളിൽ അകപ്പെട്ടിരുന്നു. അവിടെ നിന്നും ഇത്തരം നല്ല സന്നദ്ധ സേവകരായ യുവാക്കളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ രക്ഷാപ്രവർത്തനവും നടക്കുന്നുണ്ട്. സിജു, ശരി സച്ചിൻ, പുഞ്ചിരിമട്ടത്ത് നിന്ന് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നിറപുഞ്ചിരിയുള്ള ഒരു വാർത്ത കൂടി. മനുഷ്യജീവനെ സ്നേഹിക്കുന്നത്, മനുഷ്യജീവനെ കരുതുന്നത് പോലെ അതേ സ്നേഹവായ്പോടു കൂടി തന്നെയാണ് വളർത്തുമൃഗങ്ങളെ അടക്കം കരുതാൻ വേണ്ടി എടുക്കുന്ന ഒരു മനസ്സ്. ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ പുഞ്ചിരിമട്ടത്ത് നിന്ന് ഒരു നായയെ രക്ഷിച്ചുകൊണ്ട് വന്ന കാഴ്ച സച്ചിൻ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തത്. സച്ചിൻ, ഇങ്ങനെ നിരവധി വാർത്തകളാണ് ഇന്നത്തെ ദിവസം 5ാം ദിനം, ഈ ദൗത്യത്തിൻ്റെ 5ാം ദിനം നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോഴും ആശങ്കയായി നിലനിൽക്കുന്നത് ഇനിയും കണ്ടെത്താനുള്ള ആ മനുഷ്യരെക്കുറിച്ച് തന്നെയാണ്. ഇനിയും കാണാമറയത്തായ മനുഷ്യർ, ഏതെങ്കിലും കെട്ടിടത്തിനുള്ളിൽപ്പെട്ട് ഇനിയും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുള്ള മനുഷ്യർ. പക്ഷേ എന്നാൽ പോലും ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് രക്ഷാദൗത്യം കടന്നിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി രാവിലെ വാർത്താസമ്മേളനത്തിൽ പറയുകയും ചെയ്തത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം അതിൻ്റെ 3-4 ഘട്ടങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഒരു സ്ഥലത്ത് തന്നെ 3-4 പ്രാവശ്യം തെരച്ചിൽ നടത്തുന്ന രീതിയാണ് ഇപ്പോൾ ഈ സോണുകളായി തിരിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടക്കയിൽ ഇപ്പോൾ മഴയ്ക്ക് ഒരു ശമനം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അവിടെ ഇപ്പോൾ എത്ര മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെയുണ്ട്? മറ്റേതെങ്കിലും യന്ത്ര ഉപകരണങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ എത്തിച്ചിട്ടുണ്ടോ? സിജോ, തീർച്ചയായും മുണ്ടക്കയം മേഖലയിൽ ഇപ്പോൾ മഴക്കൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ കരഭാഗങ്ങളോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ പെയ്ത മഴയിൽ ചെറിയ രീതിയിലുള്ള ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തിപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ മഴയ്ക്ക് ഒരു ശമനം വന്നതിനാൽ ഈ ഭാഗങ്ങളിൽ, കരയോട് ചേർന്ന ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനമാണ് ഊർജിതമായി നടക്കുന്നത്. നമ്മളിപ്പോൾ മുണ്ടക്കയം ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്തോട് ചേർന്നുള്ള നിരവധി വീടുകൾ ഉള്ള ഒരു ഭാഗത്താണുള്ളത്. ഇവിടെ കാണാൻ സാധിക്കുന്നത് നിരവധി ആളുകൾ, അതായത് വാഹനങ്ങളടക്കം വീടുകളിൽ ഉപേക്ഷിച്ച് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ രക്ഷപ്പെട്ട ആളുകളുടെ വീടുകളാണ് എന്നാണ് ഈ പ്രാഥമികമായി അറിയാൻ വേണ്ടി സാധിച്ചത്. ആ വീടുകളിലൊക്കെ ഇപ്പോൾ ജനവാസ പോലുമില്ല. വീട്ടിലെ വളർത്തു മൃഗങ്ങൾ തന്നെ കൂട്ടിലൊക്കെ ഈ സൈന്യവും അതുപോലെ തന്നെ NDRF അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് പുറത്തിറക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സച്ചിൻ കൂടുതൽ വാർത്തകൾ, സർക്കാരിൻ്റെതായ ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. വളർത്തുമൃഗങ്ങൾ അനാഥരാകില്ല. 24 മണിക്കൂർ കൺട്രോൾ റൂം ചൂരൽമലയിൽ തുറന്നിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ കന്നുകാലികൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങൾ ഇനി അനാഥരല്ല എന്നാണ്